ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമായ സുഖിയൻ ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. അതിനായിട്ട് 2 കപ്പ് ചെറുപയർ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതിനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് മൂടി വെച്ചിട്ട് അടുപ്പിൽ വെക്കുകയാണ്. ഗ്യാസിൽ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെറുപയർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറുപയർ അധികം വെന്ത് ഉടയാൻ പാടില്ല, എന്ന് വെച്ച് തീരെ വേവാതിരിക്കാനും പാടില്ല. നമുക്ക് ഉരുളകളാക്കുമ്പോൾ ഇങ്ങനെ ഉരുളായി നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നിൽക്കേണ്ടത്. ഇത് നല്ലൊരു പാകമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ആണി ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും, ഒരു നുള്ളുപ്പാണ്, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്, പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഇത് നല്ല തിക്കാവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. ഇതാണ് കറക്റ്റ് പരുവം. ഈ രൂപത്തിൽ നമ്മൾ ഇത് കുഴച്ച് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുപയർ വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പ് ഇട്ടില്ല, അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പ് ഇപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് ചേർക്കാം. ഞാൻ 1 മുറിയാണ് ചേർത്തത്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ അതിൻ്റെ കൂടെ 3 ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ജീരകം 1 ടീസ്പൂണാണ് എടുത്തത്. എന്നിട്ട് ഉപ്പൊക്കെ നല്ലോണം പിടിക്കാൻ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് 1 അരിപ്പ ഉപയോഗിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ചെറുപയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസാണ് ഞാൻ ആക്കിയത്. ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയിൽ നേരത്തെ ഉരുളകളാക്കി വെച്ച ചെറുപയർ ഇട്ട് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല പോലെ വെന്ത് വന്നതാണ്. എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ മൈദൻ്റെ ബാറ്ററി വെന്ത് വരാനുള്ളൂ. അപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് തിരിച്ചു മറിച്ചിട്ട് വേഗത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഇത് വെന്ത് വന്നിട്ടുണ്ട്, പാകമായിന്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ കോരിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ബെൽ ബട്ടൺ അമർത്തണേ. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായി അറിയിക്കണം. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.